അനിൽകുമാറിന് വീണ്ടും ഫോണിൽ കിട്ടിയിട്ടുണ്ട്. ശ്രീ അനിൽകുമാർ, CPM-ന്റെ ഔദ്യോഗിക പ്രതികരണം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന SFIO കണ്ടെത്തലിൽ. യഥാർത്ഥത്തിൽ SFIO ഇപ്രകാരം ഒരു കണ്ടെത്തൽ നടത്തിയിട്ടേ ഇല്ല. എന്റെ കയ്യിൽ SFIOയുടെ കുറ്റപത്രത്തിന്റെ കോപ്പി ഇരിക്കുന്നു ശ്രീ അനിൽകുമാർ. അതിനകത്ത് പറയുന്നത് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ എന്നാണ്. 2,70,00,000 രൂപ വീണ തൈക്കണ്ടിയിൽ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഈ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും ഇല്ലാതെ കൈപ്പറ്റിയിട്ടുണ്ട്. എന്തിന്? 372 കോടി രൂപയുടെ ലാവലിംഗ് കേസ് പിണറായി വിജയന്റെ പേരിൽ എടുത്ത് മറന്നു പോയിട്ടുണ്ടോ? എങ്ങനെ മറക്കും? ഇപ്പോഴും സുപ്രീം കോടതിയിൽ ആ കേസ് ഇങ്ങനെ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ലാവലിംഗ് കേസിൽ നമ്മുടെ ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഗൗരവമായൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഉത്തരം പറയാമോ? SFIO കണ്ടെത്തുന്നത് നിങ്ങൾ എല്ലാവരും വാദിച്ചുകൊണ്ടിരുന്നത് ശ്രീ അനിൽകുമാർ, മുഖ്യമന്ത്രിയുടെ മകൾ സേവനം നൽകിയാണ് പണം വാങ്ങിയത് എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് SFIO കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ 1,70,00,000 രൂപ ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ കരാറുണ്ടാക്കി ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ കൈപ്പറ്റിയെന്ന് മാത്രമല്ല, ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് കർത്തായിൽ നിന്ന് 1 കോടി രൂപ വായ്പ എന്ന നിലയിലും കൈപ്പറ്റി. പക്ഷെ അത് തിരിച്ചു കൊടുത്തിട്ടില്ലെന്നാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇല്ലാത്ത സേവനത്തിന്റെ പേരിലും എടുക്കാത്ത വായ്പയായും ഇങ്ങനെ കോടികൾ ഈ കമ്പനിയിൽ നിന്ന് വാങ്ങാനുള്ള കാരണം എന്താണ്? CPM-നെയും സർക്കാരിനെയും കടന്നാക്രമിക്കാനും BJP-യുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്. ആ ചട്ടുകത്തിന്റെ മുനയൊടിക്കാനുള്ള കരുത്ത് കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. ആ ചട്ടുകത്തിന്റെ മുനയൊടിക്കാനാണോ SFIO നിയന്ത്രിക്കുന്ന നിർമ്മലാ സീതാരാമനെ മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം ഡൽഹിയിൽ പോയി കണ്ടത്? നിങ്ങൾ വ്യക്തിപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരാളാണ് കേരള മുഖ്യമന്ത്രി, നിങ്ങൾ ധരിച്ചോ? പിന്നെ എന്തിനാണ് പോയെന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രോസിക്യൂഷൻ നടത്താൻ അനുമതി നൽകുന്ന സമയത്ത് ഇതിനു മുൻപ് ഒരിക്കലും പിണറായി വിജയൻ ചെയ്തിട്ടില്ലാത്തതുപോലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ വ്യക്തിപരമായി കാണാൻ അദ്ദേഹം തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ അനിൽകുമാർ.